വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ്. ഒരു വലിയ ദൗത്യം പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നോക്കുകയാണ് ഈ സ്ഥാനാർത്ഥി? തീർച്ചയായും ഇതുവരെ കഴിഞ്ഞ 40-40 വർഷമായി സംഘടനാ പ്രവർത്തനവും അതുപോലെ തന്നെ ബഹുജന പ്രത്യേകിച്ച് സ്ത്രീകളെ സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചുമതലകളായിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചുമതലകളിൽ ഉള്ള പാർട്ടിയുടെ വിലയിരുത്തലിൽ തീർച്ചയായിട്ടും അത് എൻ്റെ പ്രവർത്തനത്തിനോട് പാർട്ടി അതിനെ മതിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു ചുമതല തന്നിരിക്കുന്നത്. അതിന് തീർച്ചയായും പാർട്ടിയോട് നന്ദി പറയുകയാണ്. ഒരുപാട് പിന്നോക്കമുള്ള ആളുകളൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ മറ്റു സാഹചര്യം വെച്ച് നോക്കുമ്പോഴും പ്രത്യേകിച്ച് ആദിവാസികൾ അത്തരത്തിലുള്ള വിഭാഗമൊക്കെ ഉള്ളതാണ്. അവരുടെ മേഖലയ്ക്ക് ഒരുപാട് പ്രവർത്തിച്ച് പരിചയമുണ്ട്. അതൊക്കെ ഇവിടെ കൈക്കരുത്താവുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ വരുന്നത് അത്തരത്തിലൊരു പിന്നോക്കമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും എൻ്റെ കാലിപ്പോഴും ഞാനിപ്പോഴും ചവിട്ടി നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. ആ നാടെന്ന് പറയുന്ന ഇത്തരത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ട്രൈബൽ റീഹാബിലിറ്റേഷൻ കേന്ദ്രമാണ് ആർലം ഫാം എന്ന് പറയുന്നത്. ആ ആർലം ഫാമിൻ്റെ അടുത്താണ്. അതുപോലെ തന്നെ എല്ലാ വിഭാഗവുമുള്ള ഒരു പ്രദേശത്തു നിന്നാണ് ഞാൻ വരുന്നത്, ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ സാധാരണക്കാരായ ജനങ്ങളാണ് വയനാട്ടിലെന്നൊക്കെ പറയുമ്പോഴും ഞാനും അവരിലൊരാളാണ് എന്നുള്ള ഒരു തോന്നലാണ്. കാരണം വയനാട് എനിക്ക് പുതിയതല്ല. വയനാട്ടിൽ എൻ്റെ വിദ്യാർത്ഥി കാലം മുതൽ, ഞാൻ വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ മുതൽ, അതിനുശേഷം കേരള മഹിളാ സംഘത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലയിൽ കൂടി വയനാട്ടിൽ ഞാനൊരു നിത്യ സന്ദർശകയായിരുന്നു. സന്ദർശക എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനത്തിന് വേണ്ടി വയനാട്ടിൽ ഞാൻ പോകാത്ത ഒരു മണ്ഡലങ്ങളുമില്ല, ഒരു മുക്കും മൂലയുമില്ല. അന്ന് ഒരു വ്യത്യാസമേ ഉള്ളൂ. അന്ന് ഞാൻ ആനി തോമസ് ആയിരുന്നു, ഇന്ന് ഞാൻ ആനി രാജയാണ്. ദേശീയ തലത്തിലാണ് കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദേശീയ വിഷയങ്ങളായിരിക്കും അതോ സംസ്ഥാനത്തെ വിഷയങ്ങളായിരിക്കും, ഏത് തരത്തിലായിരിക്കും പ്രചാരണം ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകുക? അല്ല, ഇത് തീർച്ചയായും ഇത് പാർലമെൻറ്റിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ ഈ രാജ്യത്തെ കൈയടക്കണമോ, പരിപൂർണമായും കൈയടക്കണമോ, അതല്ല ഈ രാജ്യത്ത് ഭരണഘടനാ മൂല്യങ്ങളായ ജനാധിപത്യം, മതേതരത്വം ഒക്കെ നിലനിൽക്കണമോ, ഈ രാജ്യത്തെ ജനങ്ങൾ ഒരു ജാതി മത വ്യത്യാസമില്ലാതെ, ഒരു ദേ ആൻഡ് അസ് എന്നുള്ള വ്യത്യാസമില്ലാതെ, അവരും ഞങ്ങളും എന്നുള്ള വ്യത്യാസമില്ലാതെ നമ്മൾ എന്ന രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു പ്രാധാന്യമുണ്ട്. അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളായിരിക്കും ഞങ്ങൾ നിലയിൽ. വയനാട് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്, അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നൊരു മണ്ഡലമാണ്. അതൊരു വലിയ വെല്ലുവിളിയായി തോന്നുന്നുണ്ടോ? ഇല്ല, ആരുടെ മണ്ഡലം, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, ഈ രാജ്യത്തെ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾ, ആദിവാസികൾ, ദളിതുകൾ, അവരൊക്കെ നേരിടുന്ന വെല്ലുവിളികൾ, അവരൊക്കെ അനുഭവിക്കുന്ന കൊടും ക്രൂരതകൾ, പീഡനങ്ങൾ, അതിനെ തടയുന്നതിനുള്ള എന്ത് നടപടി സ്വീകരിക്കും? ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ എന്നുള്ള വിഷയം, സ്ത്രീകൾ മുമ്പ് എങ്ങുമില്ലാത്ത വിധം അനുഭവിക്കുന്ന ആക്രമണങ്ങൾ, ഇതിനെല്ലാം ഒരു മോചനം എങ്ങനെ ഉണ്ടാകും? അതിന് ബദലായിട്ടൊരു ഭരണകൂടത്തെ കൊണ്ടുവരിക എന്നുള്ളത്, നിലനിർത്തുക എന്നുള്ളത്, സ്ഥാപിക്കുക എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അല്ലാതെ അവിടെ ആര് നിൽക്കുന്നു എന്നുള്ളത് നോക്കിയല്ല. ഞങ്ങളുടെ രാഷ്ട്രീയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ജനപക്ഷ രാഷ്ട്രീയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ചെയ്യുക. അതിനനുസരിച്ച് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ജനങ്ങൾ, വോട്ടർമാർ അതിനനുസരിച്ച് വിലയിരുത്തുകയും ചെയ്യും. നിലവിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്തോട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആയിരിക്കും മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ 2 നേതാക്കൾ മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടി വരികയാണ്. ഇന്ത്യ മുന്നണി എന്നൊക്കെ നമ്മൾ ദേശീയ തലത്തിൽ പറയുമ്പോൾ അത് BJP ഒരു തരത്തിൽ ആയുധമാക്കത്തില്ലേ? അല്ല, ഇത് നമ്മൾ കാണണം. കേരളത്തിൽ എന്താണ്, ഇടതുപക്ഷവും കോൺഗ്രസുമാണ്, LDFും UDFുമാണ്. അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും നോക്കിയോളൂ. ഇപ്പം ബംഗാളിലായിരുന്നാലും ശരി, പല സ്ഥലങ്ങളിലും നോക്കിയാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണാം. അതുകൊണ്ട് BJP എന്തു വേണമെങ്കിലും BJP എന്താണ് ഉപയോഗപ്പെടുത്താത്തത്? BJP അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ അവർക്ക് രാഷ്ട്രീയം പറയാൻ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് അത്തരമൊന്നിലേക്ക് നീങ്ങുന്ന രീതിയിൽ അല്ലെ BJPക്ക് അങ്ങനെ ഒന്ന് കൊടുക്കണമോ എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കട്ടെ. അത് അവരുടെ പ്രൊറോഗേറ്റീവാണ്, ആരായിരിക്കണം അത് അവരെ ആ പാർട്ടിയുടെ തീരുമാനമാണത്. വയനാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്യജീവി ആക്രമണമൊക്കെ വലിയ രീതിയിൽ തന്നെയാണ്, ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ്, വലിയ പ്രതിഷേധത്തിലാണ്. എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? അല്ല, അവരോട് പറയാനുള്ളത് ഈ എന്താണ്, ഞാൻ നിങ്ങളോടൊപ്പമാണ്. ഞാനും ഈ ഒരു വിക്റ്റിമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ. കാരണം എൻ്റെ സ്ഥലത്തും ഇതൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എത്രയോ പേര് ജീവൻ പൊലിയുന്നു. ആ ജീവൻ പൊലിയുന്നതിനപ്പുറത്തേക്ക് കാണുന്നത് എന്താണ്, ഈ കുട്ടികളൊക്കെ പറയുന്നു ഞങ്ങൾക്ക് ഭയമാകുന്നു, സ്ത്രീകൾ പറയുന്നു വീട്ടിനകത്ത് പോലും ഇരിക്കാൻ ഭയമാകുന്നു എന്ന് പറയുന്ന ഒരു ജനതയാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്. അതൊരു വലിയ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ അവിടെയുള്ള ജനങ്ങളോടൊപ്പം ചേർന്ന് അവിടെ ഉള്ളവരാണ്. അപ്പോൾ അവിടെ പ്രായോഗികമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് അവരോടൊപ്പം ഇരുന്നു കൊണ്ട് ആലോചിച്ച്, അതുപോലെ തന്നെ ഭരണതലത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതും ഒക്കെ ആലോചിച്ച് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഉണ്ടാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഉണ്ടാകുമെന്നുള്ളതാണ് അവരോട് പറയുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയോടെ വിജയിച്ചത്. അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ആശങ്കയായിട്ട് തോന്നുന്നത്? ഇല്ല, റെക്കോർഡില്ലായ്ക എന്നുള്ളതല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ജയിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ജയമെന്നുള്ളത് അത് റെക്കോർഡിട്ടുകൊണ്ട് ജയിക്കണമോ അല്ല വേണ്ട ഓരോ വോട്ടിൻ്റെ ഭൂരിപക്ഷം അതല്ല. ഞങ്ങൾ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണം. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിക്കാനാവും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ CPI കരുതുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത് തന്നെയാണ് കരുതുന്നത്. മണ്ഡലത്തിലേക്ക് എത്തുക, പ്രവർത്തനങ്ങൾ 1-ാം തീയതി എത്തും. ഓക്കെ. എന്താണെങ്കിലും ആനിരാജയാണ് നമ്മളോടൊപ്പം പ്രതീക്ഷകൾ പങ്കുവച്ചത്. ഒരു വലിയ മത്സരത്തിനാണ് ഒരുങ്ങുന്നത്, വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന നിലപാടാണ് അവർ നമ്മളോട് പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രശ്നൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.